ഉത്സവ നിഴലുകൾ പോലുള്ള നിങ്ങളുടെ വാക്കുകൾ അക്ഷരയൂഥങ്ങളാകുന്ന കാലത്ത് ചന്ദ്രപാഠങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വക്കിൽ ചോര പൊടിയുന്ന ചന്ദ്രകാന്ത കല്ലുകളായി വാക്കുകൾക്ക് മൂർച്ച കൂട്ടുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വേദിയിലെ മഹനീയ സാന്നിധ്യങ്ങളെ, മറ്റ് വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്ക് എന്റെ ഹൃദ്യമായ നമസ്കാരം. വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത ദൈർഘ്യം തുടങ്ങി മാനവ പുരോഗതിയുടെ ഏത് അളവുകോലുകൾ വെച്ച് അളന്നാലും ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്കെന്നല്ല ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ മഹത്തായ കേരളം. കലയുടെ കലകച്ചിലങ്കകളെയും വിപ്ലവത്തിന്റെ സിംഹഗർജനങ്ങളെയും ആത്മീയതയുടെ ഗിരിശൃംഖങ്ങളെയും പ്രബുദ്ധതയുടെ പ്രഭാത കിരണങ്ങളെയും ലോകത്തിന് സമ്മാനിച്ച പുണ്യഭൂമിയാണിത്. സ്മാർട്ട് സിറ്റികളും എക്സ്പ്രസ് ഹൈവേകളും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കൊച്ചി മെട്രോയും അടക്കം ദേശീയ അന്തർദേശീയ ശ്രദ്ധയാകർഷിച്ച മറ്റനേകം പുതുപുത്തൻ വികസന മുന്നേറ്റങ്ങളുമായി 1956 നിന്ന് 2020 എത്തി നിൽക്കുമ്പോൾ കോവിഡിന്റെ മഹാവ്യാപനത്തിനു മുന്നിൽ ലോകത്തൊപ്പം ചെറുതായൊന്ന് പകച്ചെങ്കിലും പരശുരാമ മഴുവിന്റെ മൂർച്ചയേക്കാൾ കൃത്യതയിലും വേഗത്തിലുമാണ് കേരളാംബയുടെ പ്രയാണം എന്നതാണ് വാസ്തവം. എന്നാൽ മലയാളി വാനപ്പെട്ട വളരുന്നതിനൊപ്പം തന്നെ അവന്റെ ഭയശങ്കകളും സംഘർഷങ്ങളും അസഹിഷ്ണുതയും നെറുകേടുകളും നമ്മുടെ സമസ്ത നേട്ടങ്ങളെ നിഷ്പ്രഭമാക്കുവാൻ പോകുന്നതാണെന്ന വസ്തുത നമ്മെ ഭീതിപ്പെടുത്തുന്നു. ദരിദ്രരുടെ എണ്ണം സമ്പന്നമാണ്, സമ്പന്നരുടെ എണ്ണം ദരിദ്രവുമാണ്. നേതാക്കളുടെ ആശയങ്ങൾ സമ്പന്നമാണ്, അണികളുടെ ആശയങ്ങൾ ദരിദ്രവുമാണ്. അത്തരം ദാരിദ്ര്യം പിടിച്ച കുറെ നേതാക്കളുടെയും അണികളുടെയും എണ്ണത്തിൽ മാത്രം സമ്പന്നമായി നമ്മുടെ കേരളം അധപതിക്കുന്ന ദുസ്ഥിതി കൂടി നോക്കി കാണുമ്പോൾ അതേറെ ആശങ്ക ഉളവാക്കുന്നതാണ്. അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വടംവലികൾ കേരളീയ പൊതുമക്കളെ മലീമസമാക്കുമ്പോൾ അവകാശങ്ങൾ കലമുറയിടുന്നവന്റെ ശബ്ദം ലോകങ്ങളിലും ഇടിയറകളിലും അടിച്ചൊടുക്കപ്പെടുകയാണ്. ഭൗതികമായ നിലവാരത്തിന്റെ പരകോടിയിലെത്തി നിൽക്കുമ്പോഴും ധാർമ്മികമായ അധപ്പതനത്തിൽ അമരുകയാണ് പ്രബുദ്ധ മലയാളി. നെറുവിന്റെ സ്പർശനമേൽക്കാത്ത അറിവുകളും മരവിച്ചു പോയ മനസാക്ഷികളും കൂടുമ്പോൾ ഇമ്പം സൃഷ്ടിച്ച കൂട്ടുകുടുംബങ്ങൾക്ക് പകരം നാം സൃഷ്ടിച്ചെടുത്ത അണുകുടുംബ സംസ്കാരവുമെല്ലാം മലയാളിയുടെ ജീവിതത്തെ നിറം കെട്ട ചിത്രം പോലെ ആക്കി തീർത്തിരിക്കുന്നു എന്ന കാഴ്ച ഏറെ സങ്കടകരമാണ്. മാതൃദേവോ ഭവ എന്ന മന്ത്രമൊഴിഞ്ഞ ഈ മണ്ണിൽ നിന്നും ഉയരുന്ന വ്രണികമായ സ്ത്രീത്വത്തിന്റെ നിലവിളികളെ പരിഷ്കാരത്തിന്റെ ഇരുൾക്കയത്തിലാണ് നാം ഒളിപ്പിക്കുക. അതുകൊണ്ട് നേട്ടവും കോട്ടവും തിരിച്ചറിഞ്ഞ് തേജോമയമായ ഭൂതകാലത്തിന്റെ വെൺപട്ട് തിരിച്ച പാതയിലൂടെ നടന്ന് ഐശ്വര്യമായ സമൃദ്ധിയുടെ പുത്തൻ ഭാവിയെ കരുപ്പിടിപ്പിക്കേണ്ടുന്ന ഗൗരവപൂർണമായ ഉത്തരവാദിത്വ ബോധമുള്ള പുതുതലമുറ കരങ്ങളിലേക്ക് നേതൃ കൈമാറ്റം നടത്തപ്പെടുന്ന ഒരു ഭാവി കേരളത്തെയാണ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മലയാള നാടേ വിജയിക്കൂ ഞങ്ങൾ പിറന്ന വിമലശ്രീ നിത്യം പുലർന്ന വീടേ. ആശംസകളോടെ പ്രാർത്ഥനകളോടെ എനിക്ക് ഒരു അവസരം നൽകിയ JCI ഫെമിലിയേക്കും എന്റെ വാക്കുകൾ ശ്രവിച്ച ആദരണീയ ജഡ്ജസിനും മറ്റു ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. സത്യം ജയിക്കട്ടെ.